എന്താ നിർത്തിയത്? ആലും കയറാണ്ടോ? എണ്ണ തീർന്നെന്നാണ് തോന്നണ എണ്ണ. ഇതേണക്കൊരു എരണം കെട്ട വണ്ടി നിന്റെ എന്തെങ്കിലും നിറച്ചോണ്ട് വന്നോടേ നിനക്ക്. എടാ എണ്ണ വാങ്ങിക്കാനുള്ള പൈസക്കാണ് ഇന്നലെ കുപ്പിയെടുത്ത് എല്ലാം കൂടെ കൂച്ചത്. ആ നീ പ്രസംഗം മതിയൊക്കെ അവിടെ പോയി ഡീസൽ അടിച്ചോണ്ടോ. പോട്ടോ പോട്ടോ അങ്ങനത്തെ ചൂടുണ്ടോ വരും ഇറങ്ങ്. ചേട്ടാ ഡീസൽ അടിക്കണം. പോടാ കുപ്പി എടുക്കണ്ട എണ്ണ. കുപ്പി മുഖം കറക്റ്റ് ആയിട്ട് അറിയാമോ? പിന്നെ എന്തിന്റെ നിന്നെ കൊണ്ടുവന്ന? അല്ല അതല്ല, ഞാൻ പിന്നെ വേറെ കുറെ അറിയാം. അത് മതി മതി അത് മതി, ബാക്കിയൊക്കെ ഏവൻ നോക്കിക്കോളും. ആ ചുവദോഷം ഉണ്ടോന്ന് ചെറിയ ഗുരുന്നാണ്. എന്താ അങ്ങനെ വെച്ച്? അതുകൊണ്ടാണ് ചേട്ടാ കല്യാണം നടക്കാത്തത്. എങ്ങനെ കല്യാണം? പമ്പിൽ വെച്ച് അവരെ കണ്ടോണ്ടേ പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ്റി. അതേതായാലും നന്നായിടാ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോരുത്തർ സഹായിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങളുടെ സഹായം കുറച്ച് കൂടുന്നുണ്ട്. ഈ രാജേഷും വിജലേഷും ഉള്ളപ്പോ ആരും പെരുവഴി കിടക്കൂലാണ്. അത് ശരിയാ ശരിയാ. നന്ദിയുണ്ടാ, ഒരുപാട് നന്ദിയുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. ഇറങ്ങടാ, ജ്യൂസ് കുടിച്ചിട്ട് ആരാണ് ഇപ്പം കൊച്ചു? അറിയില്ല. കണ്ടറിയില്ലേ ഏതോ തമിഴത്തിയാ? അല്ല, കൂടെ നിന്നിട്ട് അറിഞ്ഞുകൂടന്നാ എന്തോ ഉടായ്പ ഉണ്ടല്ലണ്ണ. എടാ, ഒരു നട്ടുച്ചയ്ക്ക് കൊട്ട വെയിലത്ത് ഒരു നിരാലംബയായ വളർത്തുദോഷമുള്ള ഒരു പെൺകുട്ടി എന്റെ അടുത്ത് സഖാവെ ഒരു ജ്യൂസ് മേടിച്ചിരുന്നു ചോദിച്ചപ്പം ഈ തമിഴ് സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു തണ്ണിമത്തൻ ജ്യൂസ് മേടിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. കമ്മ്യൂണിസം അത് നിനക്ക് മനസ്സിലായില്ലേ? മക്കളെ വയറ് നിറച്ച് ജ്യൂസ് മേടിച്ച് കുടിയാട്ടാ. ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ മരുന്ന് നോക്കിക്കോളും. ശരി പോട്ടെ സഖാവേ. വീണ്ടും ശരി ശരി ശരി. തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ട് പോയാ. തണ്ണിമത്തൻ ജ്യൂസ് മാത്രം. എന്തെങ്കിലും നടപടിയാവോ? അല്ല ഏട്ടാ, ഒരു സ്കെയിലൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ മെഷർമെന്റ് കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടെ രസമാക്കായിരുന്നു വരയ്ക്കണത്. ആർട്ടിസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല ആരും. വര കറക്റ്റ് ആവണം, അതിനുള്ള പണി അവൻ ചെയ്തോളൂ. പണി മര്യാദയ്ക്ക് എടുക്കാനല്ലേ പറഞ്ഞോളൂ. മതി മതി, ഉളകത്തിന്റെ പണി അവൻ എടുത്തോളൂ. എല്ലാരും അകത്തിരി. വരപ്പെല്ലാം കഴിയുമ്പോഴേ ഇങ്ങ് വിളിക്കാം. ശരിയാക്കാം. ശരിയാവൂലേ? ശരിയാക്കാം. സഖാവേ, എന്താടാ? 9 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കും. അവിടെ നോക്കട്ടെ. ഇത് പോരാ. അയ്യേ, ഇതിന്റെ ശരി കൊള്ളൂല. ചേട്ടന് മാച്ച് അല്ല ഏട്ടാ. മാച്ച് കട്ട് ചെയ്ത് പിടിക്കാൻ ടൈം ഒട്ടും ഇല്ല. ഓൺലി 6 days. അല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തെ എടുത്തന്റെ തലയിലൊന്നും വെക്കാൻ പറ്റൂല കേട്ടോ. ആ കുട്ടി നോക്ക്, കുട്ടി നോക്ക്. ആരാ നോക്കിയാലും ആ നോക്കണ പെണ്ണിനും കൂടെ തോന്നണ്ടേ യവനെ വേണോന്ന്. വേണ്ടാന്നൊക്കെ എന്താടാ എനിക്കൊരു കുറവ്? അരവിന്ദന്റെ ചെറിയ കുണ്ടെന്നുള്ളൊരു കുറവേ ഉള്ളൂ. ചേട്ടാ ചേട്ടാ സൂപ്പറാണ് കേട്ടോ. ബെനത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കെട്ടിയായിരുന്നു. സഖാവേ, എന്താ ഒരാളും കൂട്ടമൊക്കെ? ഒരു പെങ്കൊച്ചൊളിച്ചോടി പോയി വീടല്ലേടാ, പിന്നെ ആള് വിടൂലേ? അതിന് വന്നല്ലോ കേടുവോ? ഇനി ആരെങ്കിലും ചത്തുപോയാ? അയ്യോ തന്റെ എന്റെ നാക്ക് കരുനാക്കെടുത്ത് വളയ്ക്കാതാണ് കേട്ടോനെ. ചക്രു നല്ല സൂപ്പർ കുടുംബം. കൂടുതൽ ചോദിക്കല്ലേ മണിയാ. 75 പേർക്കുള്ള ലോഡ് ഇപ്പം കയറ്റി വിട്ടതേ ഉള്ളൂ. പിന്നെ വെച്ച ഫുഡ് അത് വേസ്റ്റ് ആവണത് ഈ ഉദയനെ പിടിക്കില്ല. നീ ഒരു വണ്ടി ഇങ്ങോട്ട് വിട്. നല്ല അസല് കല്യാണ സദ്യ നിന്നെ ബോർഡ് തൂക്കിക്കോ. ആശാനെ, ആ പെണ്ണ് വന്ന ആശാനെ. മണിയാ, ബോർഡ് തൂക്കല്ലേ, ബോർഡ് തൂക്കല്ലേ. രാഹുല,
മാറി അങ്ങോട്ട്. എവിടെയായിരുന്നടി മൂദേവി നീ? അപ്പൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നാണോ? ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന നോക്കി അവള്. പിടി. സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹാക്കളോട് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഈ കുട്ടി ഈശ്വര, ഇന്ന് ഇവിടെ കല്യാണം വരുന്നു. നിന്റെ കല്യാണം വരുന്നു. തേച്ചൊട്ടിച്ചാണ് അങ്ങോട്ട്. ഒട്ടിക്കല്ലേ? നേരെ ഒട്ടിരി. ഹലോ, ആ പറ അരവിന്ദേട്ടാ. ഹലോ. ഒട്ടിച്ച കറക്റ്റ് ആണെന്ന് നോക്കിയാണ്. ആ ശരി ശരി പറ. വാമദേവന്റെ മോളടാ. ഏത് വാങ്ങട്? നിന്റെ കുണ്ടല്ല അതിനകത്താണ് ഇരിക്കുന്നത്. എന്നാലും ആ രാഹുലിന്റെ ഒരടി. അവന്റെ മുറപ്പെണ്ണിനെയല്ലേ ആ ചെക്കൻ അടിച്ചോണ്ട് പോയത്. അവന് വിഷമം ഉണ്ടാവില്ലേ? പിന്നെ വിഷമം. ആ അമ്പിളിയുടെ കട്ടിലിനടിയിൽ നിന്നും പൊക്കിയതല്ലേ അവനെ. അവൻ എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാ? ആ അമ്മച്ചി അപ്പൊ കെട്ട് കിടക്കൂ. ആ അടി ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. ചക്രു, എന്തൊക്കെ അടി നടക്കണം? ഈ മോന്മാരൊക്കെ ആരാണ്? പറയടി ഈ തങ്കപ്പെട്ട മനുഷ്യൻ. അണ്ണ അണ്ണ കണ്ടോ കണ്ടോടി, നീ കാരണം പാതി ഉയരം കളഞ്ഞിട്ടിരിക്കുക. ബാക്കി ഒരു തൊള്ള അങ്ങോട്ട് എടുക്കുന്ന തോന്നുന്നു. പാവം. അയ്യോ മാമി, അങ്ങനെ മാനമൊന്നും പോയിട്ടില്ല. നമ്മൾ അത്രക്കാരൊന്നും അല്ല. മാമിയാ? ആരുടെ നിന്റെ മാമി? നീയൊക്കെ ഏതാടാ? നമ്മൾ വത്സലയുടെ പിള്ളേരാ. എന്നിട്ട് വത്സലയുടെ വത്സലയുടെ കുഞ്ഞമ്മ. മോളെ, യവന്മാരൊക്കെ ആരാ പറ. മോളെ, മോളുടെ അർജുനേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. അച്ഛാ, നല്ല ഈ കുട്ടിയുടെ അച്ഛാ ഇപ്പൊ കറക്റ്റ്. ഞാൻ സഖാവ് അർജുൻ. ഉടൻ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആകും. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വത്സല ക്ലബിലെ അംഗങ്ങളാണ് ഞങ്ങൾ. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നിങ്ങളുടെ മകളെ നമ്മുടെ ക്ലബിന്റെ വളരെ ഉത്തരവാദിത്തമുള്ള സഖാവ് ബാഹുലയെ സമൂഹത്തിന്റെ കരാളഹസ്തങ്ങൾ പിച്ചി ചീന്തുന്നതിന് മുമ്പ് സംരക്ഷിച്ച് ഞങ്ങളുടെ ക്ലബിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ നിമിഷം മുതൽ ഈ കുട്ടിക്ക് ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും സഹവർത്തിത്വവും ഞങ്ങൾ ഒരുക്കിയിരുന്നു വച്ചാ. ആണോ? ഓ ദേവി. അച്ഛാ, ബട്ടൺസിന്റെ നൂല് വെളിയിൽ കിടക്കണം. സഖാവേ, ഓ മറ്റേ ബീഫ് വെള്ളത്തിൽ കൊടുത്തില്ലേ, അത് പറയാത്തെന്ത്? ബീഫാ? ഓ, നല്ല കിളുന്ത് ബീഫായിരുന്നു. എന്റെ നന്ദികേശ കടവുളേ. ദൈവകോപം കിട്ടാൻ വേറെ എന്താടാ വേണ്ടേ? എന്നിട്ട് നീ അത് തിന്നോടി. ഈ കുട്ടിക്ക് ഈ ശീലമൊക്കെ എവിടെന്നാ കിട്ടിയേ? അമരനായിരിക്കും, സംസ്കാരമില്ലാത്തമാര്. നീ എന്തിനും ബീഫിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തേ? ഞാൻ അവള് ബീഫ് കഴിച്ച കാര്യമല്ലേ പറഞ്ഞോളൂ. അവള് നല്ല വെള്ളം അടിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. മോനിത് ആരോടും പറയല്ലേ. അപ്പ ചേച്ചി വെള്ളം അടിച്ചല്ലേ? മാറിയേട്ടോ. വേണം. നിന്നെ ഏത് നേരത്തടാ? വെള്ളം
എടാ ഡോക്ടർ ഒന്ന് നോക്ക്. സെയിം ഓൾഡ് ക്രിഞ്ച് ഡ്രാമ